ഇൻട്രോ പറയാൻ വേണ്ടി നമുക്ക് ഗൗരിച്ചേട്ടനെ വിളിക്കാം. കമോൺ, ഇൻട്രോ ആണ്. ഹലോ, കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ ഷിനിഗാമി സ്റ്റുഡിയോസിൻ്റെ അടുത്ത ചെറിയൊരു ഇവൻറ്റിലേക്ക്, ചെറിയ ഇവൻ്റ് എന്ന സെൻസിൽ കുറച്ചുകൂടെ കേറ്റേഡായ ഒരു പ്രീമിയം ഇവൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദിൽസ് വ്ലോഗ്സ് സെക്കൻഡ് പാർട്ട്. ഞാൻ ഗൗരിശങ്കർ, കോ ഫൗണ്ടർ ഓഫ് ഷിനിഗാമി സ്റ്റുഡിയോസ്. കുറച്ചപ്പുറത്തായിട്ട് സാഹിലുണ്ട്, പിന്നെ അതുകൂടാതെ നമ്മുടെ ടീം മൊത്തത്തിലൂടെ ഉണ്ട്. അപ്പം കാത്തിരുന്ന് കാണുക. And we have a few guests, around 40 people. Obviously, enjoy the video. സോ ക്യാമറ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് കവർ ദി ഇവന്റ്. രണ്ട് മൂന്ന് പേര് റാൻഡം തന്നെ. സോ ഇത് പോഡ്കാസ്റ്റ് ഫോർമാറ്റ് ആണ്. കൊണിച്ചിവ സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീപ്സ് ബൈ ഷിനിഗ അദാറ്റിംഗ്. അത് ചെയ്തേശി അതാ എത്ര ബുദ്ധിമുട്ടി എന്നറിയാ ഇൻട്രോ കണ്ടുപിടിക്കാൻ. സോ ഭയങ്കര കഷ്ടപ്പെട്ടു. ട്രൂ. സോ ദാറ്റ് യൂഷ്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, വിൽ ആസ്ക് യു വാട്ട് യുവർ ഫേവറേറ്റ് അനിമേ ഈസ്. വിൽ ഹാവ് എ കോൺവെർസേഷൻ അബൌട്ട് ഇറ്റ്. ഒന്നൊന്നര വർഷമായി. സോ ഞങ്ങളുടെ ലാസ്റ്റ് കൊച്ചി ഇവന്റ് വാസ് ക്വൈറ്റ് ബിഗ്. ഒരു 700-800 പീപ്പിൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ കുറച്ച് സ്ഥിരം കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കംപ്ലയിൻസ് കിട്ടി. ആർക്കും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇത് ക്യാമറ ഒന്ന് പ്ലഗ് ചെയ്തിട്ട്. സോ ചോദിക്കാത്ത പറഞ്ഞോണ്ടല്ലോ കോൺട്രവേഴ്ഷ്യൽ ആനിമേയുടെ പേര് സോ കഴിഞ്ഞ ഇവന്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒത്തിരി കംപ്ലയിൻസ് കിട്ടിയിരുന്നു. ബിക്കോസ് യൂഷ്വലി ഞങ്ങളുടെ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തമ്മിൽ കാണാനും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പരിപാടി അത്യാവശ്യം വലുതായതുകൊണ്ട് ഞങ്ങൾക്കും ആൾക്കാരെ കാണാൻ പറ്റിയില്ല. ആൻഡ് അതുകൊണ്ട് വി ഡിസൈഡഡ് ടു ഗിവ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആസ് എ കമ്മ്യൂണിറ്റി. ചെറിയ പരിപാടിയാണെങ്കിൽ കമ്മ്യൂണിറ്റി സെൻസിൽ കുറച്ചുകൂടെ ഇടപഴകാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ഏർപ്പാടാക്കിയത്. ഏകദേശം അതെ 30-ൽ നിന്ന് ഞങ്ങൾ 800 വരെ പോയി. എന്നിട്ട് തിരിച്ച് 30-ലേക്ക് വന്നേക്കാണ്. നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് 30, 100, 150, പിന്നെ 300, 500 ആ ഒരു റേഞ്ച് പിടിച്ച് പിന്നെ മറ്റേ സ്കെയിൽ ചെയ്ത് അങ്ങ് പോകാന്നുള്ളതായിരുന്നു. ഒരു 300 കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കംപ്ലൈന്റ് ആണെങ്കിൽ ആൾക്കാർ സംസാരിക്കാൻ പറ്റുന്നില്ല, ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ലൈക്ക് പരിപാടി എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ദർ ആർ ടു മെനി തിങ്സ് ഗോയിങ് ഓൺ. അപ്പൊ അങ്ങനെ വാട്ട് വി ഡിഡ് വാസ് ലൈക്ക് നമ്മൾ ആ 300 ഇറങ്ങി താഴോട്ട് വന്നു. ഇപ്പം 30-ലുണ്ട്. അപ്പോൾ ഇനി ലൈക്ക് വലിയ ഇവന്റ് വി ഹാവ് ഇൻ മൈൻഡ്, പ്ലാൻ ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് ഫോർമാറ്റ് ആയിരിക്കും. ഈ ഒരു ഇന്ററാക്ഷൻ പരിപാടി നല്ല ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് വി വോണ്ട് ബി ഏബിൾ ടു അഡ്രസ് എനിബഡി ഇൻഡിവിജ്വലി. സംസാരിക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും. ശിവശങ്കറൊക്കെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഒരു 4-5 മിനിറ്റ് ഫസ്റ്റ് മീറ്റപ്പ് പോലെ ആകുന്നുണ്ട്. 7 പിന്നെ അവൻ ഞങ്ങളുടെ ആദ്യത്തെ അങ്ങേറ്റത്തിരിക്കുന്ന പയ്യൻ, അവൻ ഞങ്ങളുടെ ആദ്യത്തെ ട്രിവാൻഡ്രം ഇവന്റ് കൂടെയുള്ളതാ. സോ ബേസിക്കലി കൂടിയവരാരും പോയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി മച്ച് മോർ കംഫർട്ടബിൾ ഫോർ us. ഈ ആദ്യം നമ്മൾ എറണാകുളം മീറ്റപ്പ് കിട്ടിയതാ. സോ നമ്മളെ സോ ബേസിക് തിങ്, ഫേവറേറ്റ് അനിമേ അപ്പാർട്ട് ഫ്രം വൺ പീസ്. അപ്പാർട്ട് ഫ്രം വൺ പീസ് ഞാൻ ഷീറ്റ്സിൽ കുറച്ച് ഫ്രൈറൻ കണ്ടായിരുന്നു. ആര് ഫ്രൈറൻ ഇട്ടിരുന്നേ? Frieren changed my life, my dude. Yeah, like yeah. I have a similar opinion too. Yeah, it changed the way I view content itself. Like the story writing, the music, the direction, and how much depth they put into that 26 episodes is just mind-blowing. I used to watch like 3-6 episodes for every new anime. Now I only watch 3 episodes. If you can't catch me in that, it dropped immediately. It's just bad writing. You don't need 100 episodes. Also, One Piece, I'm gonna comment on that. You don't need 100 episodes to create content, my dude. That's just bad writing. End of story. Anybody else who watched Frieren? Frieren കണ്ട ആരെങ്കിലും ഉണ്ടോ? Yes.
So how do you feel about the whole Freyren thing? Boy, നശിപ്പിച്ച്. എനിക്ക് Finally. പേരുണ്ടാക്കരുത് പ്ലീസ്. നേരത്തെ പ്രതീക്ഷയാണ്. അതാ ഞാൻ പോട്ട് പോകുന്ന പ്രതീക്ഷിച്ച. ഫ്രീഡൻ നൈസ് ആനിമ തന്നെയായിരുന്നു. പുള്ളി പറഞ്ഞ പോലെ ഒരു കഥ പറയാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷെ ബേസിക് സ്റ്റോറി എന്ന് ഉദ്ദേശിച്ച ഒരു എൽഫാണ്. ഒന്ന് ഇറ്റ്സ് ഗ്രേറ്റ് റൈറ്റിംഗ്, രണ്ട് ഇറ്റ്സ് ഗ്രേറ്റ് കോണ്ടന്റ് അത് ചെയ്തിരിക്കുന്നതും എൻ്റെ വളരെ. ഞാൻ വേറെ ആളുടെ ഒരു ഗുന്തം ഇവിടെ ആരോ കൊച്ചു കള്ള എത്ര 10-12 എപ്പിസോഡ് ഇല്ലേ ഫ്രണ്ടിലുണ്ടാ? ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. ജസ്റ്റ് 2 മൂവിയും കൂടെ റിമൈനിങ് ഉള്ളൂ. ബാക്കി എല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പൊ സ്റ്റിൽ റണ്ണിങ് ആണ്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഷോസ് ഉണ്ട്. പുതിയ ആൾക്കാർക്കാ ഇത് എത്ര നാളായി? നോളജ് അത് വൺ പീസിന് മുമ്പ് തുടങ്ങിയ സാധനമാണ്. 1979 to be exact. 17 ആണോ? 1979. ഇതുവരെ തീർന്നിട്ടില്ല, ഇനിയും വന്നോണ്ടിരിക്കും. ലൈവ് ആക്ഷൻ അല്ല, ആക്ച്വൽ റോബോട്ട്. എന്റെ മോനെ അത് ലൈക്ക് ഹൗ മെനി എപ്പിസോഡ്സ്? ഡിപ്പെൻസ്. ഓൾഡ് സീരീസ് ഇപ്പം 50 എപ്പിസോഡ്സ് വരും. ഇപ്പൊ ഒരു 20-25 എപ്പിസോഡ്സ് വരും. അപ്പോൾ മൊത്തം ഒരു 1500 മേ ബി 2000 അബൌട്ട് എപ്പിസോഡ്സ് വരും. And like 5 or 6 movies. ഡിറ്റക്റ്റീവ് കോണൻ ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? മറ്റേ അത് ആരെയും കണ്ടുണ്ടോ ഡിറ്റക്റ്റീവ് കോണൻ? എത്ര കോട്ടപ്പാണോ? ഡിറ്റക്റ്റീവ് കോണൻ കോട്ടപ്പാണോ? അല്ലല്ല, പഴയ ഡിറ്റക്റ്റീവ് കോണം കണ്ടിട്ടുണ്ട്. അതെ അതിപ്പോ റണ്ണിങ്ങാ. അത് പിന്നെയാണ്, അതിപ്പോഴും റണ്ണിങ്ങാ. അത് തീർന്നിട്ടില്ല, അത് റണ്ണിങ്ങാ. ഞാൻ അറിഞ്ഞില്ല. 1997 ഇറങ്ങിയതാ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും പോയി. ഒരു നല്ല സ്റ്റോറിയാണ്. പക്ഷെ ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 മുകളിൽ എപ്പിസോഡ് ഉണ്ട്. അതിനകത്ത് എബൌട്ട് 75% ആണ് ഫില്ലർ. പക്ഷെ സ്റ്റിൽ ദ ഫില്ലർ എപ്പിസോഡ്സ് ആർ റിയലി ഗുഡ്. Not like a certain anime with the 45% filler episodes. ബ്ലീച്ച് ഫാൻസ് ഉണ്ട്. ഞാൻ പലരും അല്ല നിന്നെ കൂട്ടില്ല. ലൈക്ക് എനിബഡി ഫ്രം യുവർ ബ്ലീച്ച്? ബ്ലീച്ച് ഫാൻ. So any other underrated anime interests? ഇല്ല. ഗോബ്ലിൻ സ്ലെയർ. ഗോബ്ലിൻ സ്ലെയറോ? Slayer. ഞാൻ ഗോബ്ലിൻ സ്ലെയർ ഇസക്ക അല്ല, ഗോബ്ലിൻ സ്ലെയർ അല്ലടാ. ഗോബ്ലിൻ സ്ലെയർ ആർമറൊക്കെ ഇട്ടത് എൽഫ് ഉണ്ട്. അല്ലല്ല ഇസക്ക അല്ല. ഇസക്ക അല്ല, നോർമൽ അഡ്വഞ്ചർ ലൈഫ് ഫാന്റസിയാ. നമ്മുടെ ആനിമെ പറ്റിയുള്ള മറ്റേ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടുള്ളവർക്ക് വാട്ട് ഐ മീൻ അത് മനസ്സിലാവും. കാരണം ഇസക്കായ് ജസ്റ്റ് മീൻസ് അനദർ വേൾഡ്. നമ്മുടെ ലോകത്ത് നടക്കുന്ന അല്ലാതെ എല്ലാ ആനിമകളും ഇസക്കായാണ്. മറ്റേ ഇതാണ് ഒരു റിട്ടൺ നോളജ്. അത് നമുക്ക് ഡിസഗ്രി ചെയ്തിട്ട് കാര്യമില്ല. അല്ല അത് ഇസക്കായ് എന്ന് പറഞ്ഞത് ഒരു എന്താ പറയാ വാക്കിനർത്ഥം അനദർ വേൾഡ് എന്നേ ഉള്ളൂ. പിന്നെ പക്ഷേ കഴിഞ്ഞ അടുത്തൊക്കെ വിട്ടു അല്ലെങ്കിൽ ട്രക്കുൻ വരിക അതിനുശേഷം പോവുക അത് നിർബന്ധമൊന്നുമില്ല. അല്ല, അനിമെ കമ്മ്യൂണിറ്റിയില് ഈസക്കായ് എന്നുള്ള വേർഡിന് ഒരു പ്രത്യേക മീനിങ് ആൾക്കാർ കൊടുത്തിട്ടുണ്ടല്ലോ. അല്ലാണ്ട് നമ്മൾ ആ മറ്റേ ജോൺഡർ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ടേക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പലർക്കും അറിയത്തില്ല. ഇസക്കായ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വരുന്നത് ഡെത്ത് അല്ലെങ്കിൽ ട്രക്കുൻ വന്ന് കൊണ്ടുപോകണം. അങ്ങനെ ട്രക്കുൻ വരണമെന്ന് നിർബന്ധമില്ല. ടെലിപ്പോർട്ടേഷൻ അതാണ് ഇസക്കായ്. പിന്നെ മറ്റേ നോൺ റീഇൻകാർനേഷൻ ഫാന്റസി, റീഇൻകാർനേഷൻ ഫാന്റസി, അങ്ങനെ ഓരോ ഇസക്കായ് ജോൺറസ് ആർ ദെയർ. പിന്നെ ഡാർക്ക് ഇസക്കായ് ഉണ്ട്. ഡാർക്ക് ഇസക്കായ് പോടാ അങ്ങോട്ട്. സക്കമോട്ടോക്ക് സജഷൻസ് ഇല്ല. എടാ സോ ലൈക്ക് എനി സജഷൻസ് അപ്പാർട്ട് ഫ്രം ഗോബ്ലിൻ സ്ലെയർ
ഫേവറേറ്റ് അനിമേസ്? മാൻവാസ്? ഭയങ്കര underrated ആണ്. ജോജോസോ? ജോജോസ് പിന്നെ ഭയങ്കര അണ്ടർറേറ്റഡ് ആണ്, കുഴപ്പമില്ല. ജോജോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സത്യസന്ധമായിട്ട് ഡിപ്പെൻസ് ഓൺ ടേസ്റ്റ്. കണ്ടാലേ അത് ഒരു ഇത് വരുള്ളൂ. ജോജോ ഫാൻസ് ഉണ്ട്? ഞാൻ ജോജോസ് ആരുമില്ലേ? ഫേവറേറ്റ് അനിമേ? I think favorite anime is a very relevant question. നറൂട്ടോ? നറൂട്ടോ സേഫ് ചോയ്സ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം പറയാലോ. ഞാനൊരു ഇഷ്ടമല്ലാത്ത അറിയുന്നുണ്ടോ? ഒരു hot take പറയാം. അവിടെ. Come on. Why? കാരണം ഭയങ്കര സ്ലോ ആണ്. ഒരു second, ഇപ്പൊ വരാം. നറൂട്ടോ. വൺ പീസ് ഫാൻ എന്നിട്ട് പോലും നറൂട്ടോ കാണാൻ പറ്റുന്നില്ല. അതിനെക്കാട്ടി ഡീമൺ സ്ലെയർ കുറച്ചും കൂടെ നൈസ് ആണെന്നാണ്. കഥ ഇല്ലെങ്കിലും പോലും നറൂട്ടോ ഭയങ്കര സ്ലോ. എനിക്ക് വേറെ വേണ്ട. കാണാൻ പറ്റില്ല. എനിക്കിപ്പം കക്കാശി മാത്രം നറൂട്ടോ ഇഷ്ടമുള്ളൂ. കൈയടിച്ച് പാസാക്കി. ചോദിക്കും. അതുകൊണ്ട് എന്താ എന്റെ ഫ്രണ്ട്സ് എല്ലാം നറൂട്ടോ ഫാൻസ് ആണ്. അല്ല, ഞാൻ നറൂട്ടോ കണ്ട്, ഷിപ്പുഡൻ കണ്ട്, പക്ഷെ മൂവ് ചെയ്യുന്നില്ല. മനസ്സിലായി? അറൗണ്ട് 100 എപ്പിസോഡ് ആയിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നില്ല വേറെ. സോ ഇപ്പം ആകെ അതിൻ്റെ അകത്ത് അക്കാട്സുക്കി ഒക്കെ വരുമ്പോൾ മാത്രമേ ഒരു രസമുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ഒരുമാതിരി എന്താണ്, ലൈക്ക് ബീങ് എ വൺ പീസ് ഫാൻ അറിയാലോ, വൺ പീസും ഫില്ലറാണ് മെജോറിറ്റി. ലൈക്ക് അതാണ്. സോ എന്റെ ഫേവറേറ്റ് അനിമെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വൺ പീസ് ആണ്. രണ്ടാമത് ചോദിക്കുകയാണെങ്കിൽ അണ്ടർറേറ്റഡ് ചോദിക്കുകയാണെങ്കിൽ കൗബോയ് ബിപ്പോപ്പ് ആണ്. ഓക്കെ, അതാണ്. പിന്നെ ഞാൻ ഇപ്പൊ നിങ്ങളെ പോലെ കൂടുതൽ അനിമേസ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ കൂടുതൽ എപ്പിസോഡ്സ് ഉള്ള കാണാൻ നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം എൻ്റെ ഫുൾ എല്ലാവരും നറൂട്ടോ മാങ്ക വായിച്ച അന്ന് തൊട്ടേ ഉള്ളത്. ഇപ്പം ലൈക്ക് അറൗണ്ട് 12th പഠിക്കുമ്പോൾ ഇയർ 2012. അപ്പം അന്ന് തൊട്ടേ മാങ്ക വായിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഭയങ്കര പയ്യാണ് തുടങ്ങിയത്. ഞാൻ തുടങ്ങിയത് ലൈക്ക് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റിലാണ്. പിന്നെ അത് നല്ല ചോയ്സ്, വളരെ നല്ല ചോയ്സ്. കോഡ് ഗിയസ് അങ്ങനെയൊക്കെ പോയതാണ്. പിന്നെ എനിക്ക് ബ്ലീച്ച് സത്യം പറഞ്ഞാൽ കൊള്ളാം, പക്ഷെ എന്നാലും വലിയ രസമായിട്ട് എനിക്ക് തോന്നി. ഞാൻ അഗ്രി ചെയ്യുന്നു 100%. പക്ഷെ ഇപ്പൊ ഞാൻ പിന്നെ നിങ്ങളുടെ ചാനലിൽ കണ്ടിട്ട് ഇപ്പം പുതിയൊരു മാൻവ വായിച്ചു തുടങ്ങി. എന്താ ദ ഗ്രേറ്റസ്റ്റ് ഡെവലപ്പർ. അതെ, അത് കൊള്ളാം, നല്ല രസമുണ്ട്. അങ്ങനെ വായിക്കുന്നുണ്ട്. പിന്നെ വേറെന്താ, അത്രയൊക്കെ ഉള്ളു. എനിക്ക് പിന്നെ ആകെ നറൂട്ടോയിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഞാൻ പറഞ്ഞേ കക്കാശി. ജിറ ഞാൻ അത്ര എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നു. കാണിക്കും പക്ഷെ പിന്നെ വേറെ എന്താണ്, ഞാൻ പിന്നെ നിങ്ങളുടെ പോഡ്കാസ്റ്റ് കാണുന്ന പുതിയ അനിമേസ് കിട്ടാനാണ്. എന്താണ് ഏത്? അല്ല, ഷിപ്രുഡൻ അറൗണ്ട് 100 എപ്പിസോഡായി. അപ്പോഴേക്കും കാണാൻ പറ്റുന്നില്ല, അതാണ്. പറഞ്ഞോളൂ. നീ പാരെ കൊണ്ടുവരാൻ പോലെ കേട്ടില്ല. നറൂട്ടോ ഞാൻ ഫുൾ കണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഷിപ്രുഡൻ 100 ആയി. നറൂട്ടോ ഫുൾ കണ്ടതാ, പക്ഷെ എന്തോ കണക്ട് ആവുന്നില്ല. അത് ഓരോ ഡ്രാഗൺ ബോൾ കണ്ടിട്ടില്ല സീരിയസ്ലി. എല്ലാരും ഡ്രാഗൺ ബോൾ, ഞാൻ പോക്കിമോൺ കണ്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. പോക്കിമോൺ. ഓക്കെ, സോ പിന്നെ വേറെ എന്താണ്? എനിക്കും ഡ്രാഗൺ ബോൾ അത്രയ്ക്ക് വർക്കായിട്ടില്ല. ബേസിക്കലി ഞാൻ എനിക്ക് വർക്കായിട്ടില്ല. ഡ്രാഗൺ ബോൾ ഫാൻസ് വല്ലതും ഉണ്ടോ? ഡ്രാഗൺ ബോൾ സി കഴിഞ്ഞിട്ട് ശോകമാണ്. ഡ്രാഗൺ ബോൾ സി റിപ്പീറ്റ്. ബാക്കിയുള്ള പരിചയപ്പെടാം, അതല്ലേ? ഇവൻ അവനോട് തോക്കുന്നു,
ഇവൻ ചാവുന്നു, വീണ്ടും അവിടുന്ന് മറ്റേ കാമിസാമ തിരിച്ചു വിടുന്നു, വീണ്ടും ഇവിടെ വന്ന് പവർഫുൾ മറ്റേ എക്സസൈസ് ചെയ്തൊക്കെ സെറ്റ് അവൻ കൊല്ലുന്നു, അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്യുന്നു. വീണ്ടും അടുത്ത പവർഫുൾ എല്ലാം വരുമ്പോ വീണ്ടും ഇതാണ് വീണ്ടും കാമിസാമ തിരിച്ചു വിടുന്നു. ഇതിന് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ പല ആർക്കുകളിലും വരുന്നുള്ളൂ. അത് പ്ലോട്ട് ആർമർ ഉണ്ടല്ലോ ബ്രോ. ലൂഫിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂഫി ഒരു വില്ലനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എൻഡ് ഓഫ് ദ ഡിസ്കഷനാണ്. അടുത്ത വില്ലനോട് അപ്പോഴേ മൂവ് ചെയ്യുമോ. പക്ഷെ ലൂഫിയെ പല ക്യാരക്ടേഴ്സ് ഒന്നും കൂടി അവിടെ തോൽപ്പിക്കുന്നുണ്ട്. ക്രൊക്കഡൈൽ, അതേപോലെ തന്നെ ഇവ കൈഡോ. വൺ പീസ് ഇസ് മിഡ്. യെസ് കം ഓൺ വെരി ഗുഡ്. ഞാനിവിടെ അടുത്ത ആളെ യെസ്. So people, നീ So this കളിക്കില്ല. എൻജോയ്. Parno, this goes back to my original opinion of Free Run. After watching Free Run is when my opinion of One Piece changed. Because if you need 100 episodes to do what Free Run did 26, that's just bad writing. Admit it, move on. That's it. End of story. I wouldn't say it's bad writing, it's bad spacing. But that's bad, Yeah, not bad bad writing. I meant the adaptation from the manga to the anime. Yeah, but then you can still say that the writing is bad. The spacing, yes, it is bad. The But adaptation, writing is the not. screenwriting, specifically. Adaptation. The adaptation. The manga might be good, everything else is fine, but how many chapters are you using for one episode? That's the problem. That's the adaptation thing. Anime that is true. ഈ വൺ പീസ് അപ് ടു ഡേറ്റ് എല്ലാവരും ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. വൺ പീസ് കണ്ടില്ലാത്താരെങ്കിലും ഓക്കെ, കോൺട്രവേഴ്സി. വൈ നോട്ട്? So someone is making a shortened version. അത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് അഡാപ്റ്റേഷൻ ദി വൺ പീസ് എന്ന് പറഞ്ഞിട്ട് Yeah, something like that. സംതിങ് അല്ല, ലൈക്ക് ഐ ഹാവ് ടു ഗോ ബാക്ക് ടു ദിസ്. വൈ നോട്ട്? ട്രൂ. ഒരു എപ്പിസോഡ്സിന്റെ എണ്ണമാണ് പ്രശ്നം. യു വാച്ച് വൺ പീസ്? She hasn't watched any anime? No, she watches Demon Slayer. So there's no point in asking One Piece too many episodes. Here, ഞാൻ കണ്ടില്ലായിരുന്നല്ലോ One Piece. Too many episodes. ഗുണ്ടൻ കാണുന്നത് അല്ലല്ല, നീ വാ എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാണ്ട് വാ. ഇനി പറയടാ, because it has too many എപ്പിസോഡ്സ് നീ പറ, പിടി, നീ പറ, കേൾക്കണം എനിക്ക്. പറ, വൈ നോട്ട് വൺ പീസ്? ഓക്കെ, എനിക്ക് ഒന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അടുത്ത് കാണുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ആക്ച്വലി അതെനിക്കൊരു ഡിസ്ഇൻട്രസ്റ്റ് ആണ് വരണം. സോ എനിക്ക് സെൽഫ് ഡിസ്കവറിയിലാണ് കുറച്ചും കൂടെ എനിക്ക് ഇൻട്രസ്റ്റ്. അത് ശരിയാണ്. ആ പിയർ പ്രഷർ ഭയങ്കര മോശമാണ്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത എക്സ്പെക്ടേഷൻസും ബാക്കി കാര്യങ്ങളും വന്ന് ബാഡോ Kills it for me. ഹൈ എക്സ്പെക്ടേഷനിൽ വൺ പീസ് കണ്ടാലും ശോകമാണ്. കാരണം ഹൈ എക്സ്പെക്ടേഷൻ കാണുമ്പോഴത്തേക്ക് ആ പുതിയ ഇപ്പോൾ ഒരു ഇവന്റ് നടക്കും, ഇപ്പോൾ ഒരു ഇവന്റ് നടക്കും പറഞ്ഞ് വെയിറ്റ് ചെയ്തു. പക്ഷെ നടക്കത്തില്ല. കാരണം സ്ലോ പോയിസ് ആണ് കാണുന്നത്. ഈ പറഞ്ഞ സ്ലോ ബേൺ ആണ് വൺ പീസ്. കാരണം പതുക്കെ ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ആ ക്യാരക്ടറോട് സഞ്ചരിച്ചു തുടങ്ങി. പിന്നെ ഒരു 37th എപ്പിസോഡ് അല്ലെങ്കിൽ 36 എപ്പിസോഡ്സിൽ വരുമ്പോഴാണ് ലൂഫിയുടെ പുള്ളിയുടെ ഒരു റിയൽ ഫേസ്, അതായത് 37, അതായത് നോർമലി വളരെ ചാമിങ് ആയിട്ട് അല്ലെങ്കിൽ നോട്ട് കെയറിങ്, അങ്ങനെ ഒരു പുള്ളി എന്തൊക്കെ കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വാട്ട് ഈസ് ഇമ്പോർട്ടൻസ്, അങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്ന 37 എപ്പിസോഡ്. പിന്നെ ഇത് വളരെ സ്ലോ പോയിസണിൽ പോകുന്ന ഒരു സാധനമാണ് ഈ വൺ പീസ് എന്ന് പറഞ്ഞത്. അത് പതുക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാരും പറഞ്ഞ ഹൈ എക്സ്പെക്ടേഷൻസ് കൊടുക്കും വൺ പീസിന്. നിങ്ങൾ വൺ പീസ് ആണ്, അതിനകത്ത് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് പറയും. അപ്പോഴാൾക്കാർ കാണുമ്പോൾ അവർക്ക് വേണ്ടുള്ളത് ഈ പറഞ്ഞ ഫ്രീ റൺ പോലെയും, അതായത് ഫസ്റ്റ് എപ്പിസോഡ് മുതൽ നമുക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണം ഇല്ലേ. പക്ഷെ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 1999 ഇറങ്ങിയിട്ടുള്ള വേറൊരു ആനിമ എടുത്ത് നോക്ക്, അല്ലെങ്കിൽ 1990s ഇറങ്ങിയ വേറൊരു ആനിമ എടുത്ത് നോക്ക്. ഒന്നിനകത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതില്ല. കാരണം ഇപ്പോഴത്തെ പോലെ ഒരു ഷോർട്ട് ടേമില് ഒരു സ്റ്റോറി ഇറക്കി അതിനെ കംപ്ലീഷൻ ചെയ്യണം എന്നുള്ളത് അന്നത്തെ അവരുടെ ഒരു ഐഡിയ ഇല്ല. ഡിറ്റക്റ്റീവ് കോനൻ ആയിക്കോട്ടെ, ഡ്രാഗൺ ബോൾ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ബാക്കിയുള്ള ഷോർട്ട് ആനിമേസ് അന്നത്തെ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇവരെല്ലാരും മറ്റേ കണ്ടിന്യൂ ചെയ്യുവാണ്, ഏതെങ്കിലും കാലത്ത് വരെ കണ്ടിന്യൂ ആണ്. ഇതിലൊരു എൻഡ് സ്റ്റോറി, എൻഡ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് എന്നുള്ള സാധനം ഇവർ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ തുടങ്ങുന്നതാണ് ഈ പല ആനിമകളും. ഇപ്പൊ ഇറങ്ങുന്ന ഷോണൻസ് ആണ് കൂടുതൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അന്ന് ഇറങ്ങിയിട്ടുള്ള സൈലൻസ്, നോർത്ത് ഓഫ് സ്റ്റാർ പോലുള്ളത്.
അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പറഞ്ഞ എൻഡിന് വേണ്ടി ഒരു ചെറിയൊരു സ്റ്റോറി, പുള്ളിക്കാരുടെ ഒരു ഐഡിയ വന്നു, ആ ഐഡിയ നമ്മളെ കാണിച്ചു തരുവാണ്. അതിനുവേണ്ടി മാത്രം പുള്ളി തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും മറ്റേ കണ്ടിന്യൂവേഷനിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഈ 90s ഇറങ്ങിയിട്ടുള്ള എല്ലാ ആനിമേ എടുത്തു നോക്കിയാൽ അതെല്ലാം കണ്ടിന്യൂവേഷനിൽ പോകുന്ന ആനിമയാണ്. ടോക്സിക് JJK fan base ഓൾസോ ലൈക്ക് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ആണ്. ലൈക്ക് പണ്ട് കുറെ മറ്റേ ബ്രോഡ്കാസ്റ്റിംഗ് അവർക്ക് മീൻസ് കുറെ കോൺട്രാക്ട്സ് ആണ്. ലൈക്ക് അവർക്ക് ഒരു 100 എപ്പിസോഡ് ഈ ആനിമെ റൺ ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് അവർ ആ സ്പേസിങ് അങ്ങനെ മാനേജ് ചെയ്യും. വേറെ അനദർ തിങ്, ഈ ഇവൻ പറഞ്ഞ പോലെ ഈ വൺ പീസ് ഗന്ധം ഒക്കെ കാണുന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് പേഷ്യൻസ്. ഇഫ് യു ആർ വാച്ചിങ് ഇറ്റ് നൗ, ഐ ഹാവ് ദ മിക്. If you need to watch it, you have to have patience, ഒരു കമ്മിറ്റ്മെന്റ്, കുറച്ച് എന്താ പറയാ, ഒരു സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇതിന്റെ സ്റ്റോറി ആണ്, ലൈക്ക് യു ഹാവ് ടു വാച്ച് ഇറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്. അങ്ങനെയുള്ളൊരു പേഷ്യൻസ് ലെവൽ ഇല്ലെങ്കിൽ ഈ സാധനങ്ങൾ കാണുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ഇപ്പോൾ ഈ ഡീമൺ സ്ലെയർ ഒക്കെ തന്നെ ഹിറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ മറ്റേ കളർ, കോൺട്രാസ്റ്റ്, അനിമേഷൻ, ഹുക്ക്. സെക്കൻഡ് എപ്പിസോഡ് പിന്നെ ഇറ്റ് ഗോസ് ഇറ്റ്സ് ഓൺ വേ. റീസെന്റ് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു, ഈ പഴയ ആനിമകൾ സ്റ്റിൽ റണ്ണിങ് പോകുന്നത്, ഈ പറഞ്ഞ പുതിയ ആനിമകൾ എന്തുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോകുന്നു. ഇപ്പൊ ബ്ലാക്ക് ക്ലോവർ എൻഡിങ് ലാസ്റ്റ് ചാപ്റ്റർ ഇറങ്ങാൻ പോയ, ഈ പറഞ്ഞ ഡീമൺ സ്ലെയർ ഓൾറെഡി എൻഡഡ്, ഈ പറഞ്ഞ എൻഡഡ്. പക്ഷെ ഈ പറഞ്ഞ ഈ 90s 20s സ്റ്റാർട്ടിംഗ് തുടങ്ങിയുള്ള ആനിമകളൊക്കെ സ്റ്റിൽ റണ്ണിങ്. മോശം JJK മറന്നുപോയ സംഭവമാണ്. അല്ലല്ല, JJK ഫാൻസ് ഉണ്ടോ? അവന്റെ ചിരി നോക്കി കൈ നോക്കടാ. ഇഷ്ടപ്പെട്ട കൈ വെക്കാൻ പറ്റാത്ത നാണക്കേടുണ്ടല്ലോ. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, എന്തുകൊണ്ട് അത് വെറുക്കും? ഈ 3 ചോദ്യങ്ങൾ. എൻഡിങ് വെറുക്കുന്നു. മാങ്ക വായിച്ചോ? അതുകൊണ്ടാണ് കാണാൻ. എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാൻ കാരണം ആസ് എ എന്താ പറയുക, ഒരു ഫസ്റ്റ് ടൈം അനിമി വാച്ചേഴ്സിന് എല്ലാവർക്കും ഒരു എന്താ പറയുക, കണ്ട ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഇതാണ്. പറഞ്ഞ ഇത്ര എപ്പിസോഡുള്ളൂ, മാങ്ക ആരും ആ സമയത്തൊന്നും സ്റ്റാർട്ട് ചെയ്യില്ലല്ലോ. അപ്പം നോർമൽ ഇത് കാണുമ്പോൾ ഒരു നല്ലൊരു ഇഷ്ടം തോന്നുന്ന ക്യാരക്ടേഴ്സും നല്ല ബിൽഡും എല്ലാം കുറച്ച് കൊടുത്ത് പറഞ്ഞതാണ്. അപ്പം ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ. ഞാൻ യൂജി കുഴപ്പമില്ല. മാങ്ക നീ അല്ല, നിന്നെ കണക്കി കൂട്ടൂല, നിന്നെ കളത്തില്ല. നീ കാണാത്ത കൈ പൊക്കരുത്. ആർക്കെങ്കിലും കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻസ് ഉണ്ട്? ഇവരെ വൺ പീസ് വിട്ടാന്ന് പറഞ്ഞു, ഐ ഹേറ്റ് നറൂട്ടോ പറഞ്ഞു, എനി അതർ ആനിമേസ് ദാറ്റ് യു ഹേറ്റ് വിച്ച് ഈസ് പോപ്പുലർ? ഫൈറ്റ്, ലെറ്റ്സ് ഗോ. ഓ ഫാൻ ബോയ്, ഇവിടെ ഫാൻ ബോയ്, ഇവിടെ ഹേറ്റർ. എനിക്കാകെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അത് മെക്കാനിമായിട്ട് എനിക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ക്ലാസിഫൈ ചെയ്യേണ്ടത് അതൊരു സൈക്കോളജിക്കൽ ഹൊറർ ആയിട്ട് പറ്റും, പക്ഷെ ഒരു മെക്കാനിമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ അത് ഓക്കെ. പിന്നെ കുറച്ച് എന്താണ് എക്സ്ട്രീമിസ്റ്റ് ആണ്. ഓക്കെ സോറി. അപ്പോൾ കുറച്ച് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ഇറ്റ്സ് വെരി സൈക്കോളജിക്കൽ ലൈക്ക്. സോ അപ്പോൾ അത് എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, ലൈക്ക് അതുകൊണ്ട് മാത്രം. മെച്യൂർ ആനിമേ ലൈക്ക് it's not very it will make you think. It will make you think too much. It will make you think too much. കാരണം when you cross through episodes, അത് വേറൊരു മറ്റേ എക്സർസൈസ് ആണ്. Like what's last 6 episodes same scene ആണ്. Like it's good, it's really good. Like I just say it's overhyped, that's all. ഇല്ല I don't think Neon Genesis is overhyped. Like it's in here, like India അത്ര hype ഇല്ല. Please ayirno no scene. അപ്പോൾ നിയോൺ ജെനസിസ് എടാ ഹെൽമെറ്റ്
എനിക്ക് ഇഷ്ടമാണ് അല്ല മനസ്സിലായില്ലേ പറഞ്ഞ ആ ഒരു രീതിയിൽ I understand the കഥകൊള്ളത്തില്ലെന്ന് പറയത്തില്ല. I understand the emotion behind. അത് മാത്രമല്ല ഡോക്ടർ സ്റ്റോൺ. ഡോക്ടർ സ്റ്റോൺ ഞാൻ കണ്ടിട്ടില്ല Dr. ഡോക്ടർ Stone. സ്റ്റോൺ. ഡോക്ടർ സ്റ്റോൺ ഡോക്ടർ സ്റ്റോൺ ഈസ് വി അല്ല I've not watched Doctor Stone. Doctor Stone ആക്ച്വലി അടിപൊളി. എടാ മോനെ ഇത്രയും പേര് ഡോക്ടർ സ്റ്റോൺ. ഓക്കെ എക്സ്പ്ലെയിൻ ഡോക്ടർ സ്റ്റോൺ. ഫസ്റ്റ് ഞാൻ തന്നെ പറയാം. ഭയങ്കര അടിപൊളിയാണ്. ലൈക്ക് സയന്റിഫിക് ചെറിയ കുട്ടികൾ തൊട്ട് ഏറെക്കുറെ ആർക്കും കാണാൻ പറ്റുന്ന ഒരു ആനിമയാണ്. പക്ഷേ ലൈക്ക് ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നൈട്രിക് ആസിഡ് വെച്ച് ബോംബ് ബോംബ് ഉണ്ടാക്കണം ഫോർമുല ഉൾപ്പെടെ ഞാൻ ഒരു കാര്യം ചോട്ടെ, നിങ്ങള് ഫോർമുല മൊത്തം കാണിച്ചു തന്നിട്ട് വീട്ടിൽ ചെയ്യരുത്. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിട്ട് അതൊന്നും മനസ്സിലാവില്ല. രണ്ടാമത്തെ നമ്മൾ ചെറുപ്പത്തിൽ മീൻസ് ഇപ്പത്തെ നമ്മുടെ ചെറുപ്പത്തിലാ. യൂട്യൂബിലേക്ക് ഹൗ ടു മേക്ക് ദാറ്റ് എനിക്ക് 20 25 അതല്ല, ആർക്കും ഭയങ്കര ഈസി ഗോയിങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനം. ലൈക്ക് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാധനമുണ്ട്, ബട്ട് അതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും കഥ ഭയങ്കര സിമ്പിൾ ആയിട്ട് മൂവ് ചെയ്യും. അതുപോലെ തന്നെ സംഭവമൊക്കെയാണ്. പക്ഷെ മാങ്കയിൽ എന്തെങ്കിലും എടുക്കാൻ പറ്റും അത്. പക്ഷെ നല്ല ചിന്തിക്കാൻ വേണ്ടിയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അല്ല മാങ്ക കുറച്ച് മോശമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇതുവരെ കറണ്ട് എപ്പിസോഡ്സ് നമുക്ക് വാച്ച് ചെയ്ത് സുഖമായിട്ട് പോകും. ഇനി പറഞ്ഞ അപ്കമിങ് എപ്പിസോഡ് നമുക്ക് ഭയങ്കരമായിട്ട് പോകാം. Repetitive Doctor Stone. ഞാൻ കണ്ടില്ല ഡോക്ടർ സ്റ്റോൺ. I don't have any comments on that. Yes. ഞാൻ കണ്ടില്ല ഡോക്ടർ സ്റ്റോൺ. To be very honest, I have not watched Doctor Stone. No, not watched. Solo leveling. Solo ബെജുവിനെ വന്നത് സോളോ ലെവലിംഗ് കാണുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ട്? സോളോ ലെവലിംഗ് വാച്ച്? നോ, നെവർ ഹാഡ് എനി ഇൻട്രസ്റ്റ്. സോളോ ലെവലിംഗ് വായിച്ചു തീർത്ത ആരെങ്കിലും ഉണ്ട്? വായിച്ചു തീർത്തത് അല്ല ഇത്രയും മാന്മാരുടെ ഈ കൂട്ടത്തില്. പക്ഷേ ഇല്ല. ലൈക്ക് സോളോ ലെവലിംഗ് അല്ലാതെ വേറെ മാൻമാസ് ലെവലിംഗ് വായിച്ച ആരെങ്കിലും ഉണ്ട്? What all did you watch? Did you read? മുരം ലോഗൻ. Gurren Lagann. പിന്നെ Gurren Lagann. മുരം ലോഗൻ ഇടിലോ അതാണ് നൈസാ. ടഞ്ചനും ഉണ്ട് അതിനകത്ത്, കൾട്ടിവേഷനും ഉണ്ട്. ആ രണ്ടുമുണ്ട്. അതൊരു വേറെ അങ്ങനെ മാന്മാടില്ല. അത് ആക്ച്വലി നൈസ്. Legend of the Northern Blade വായിച്ച? Nobody. നോർത്തേൺ ഫെസ്റ്റോ. Legend of the Northern Blade. ഗ്രേറ്റസ്റ്റ് സ്റ്റേറ്റ് ഡെവലപ്പർ ഇവിടെ വേറെ ആരും വായിച്ചിട്ടുണ്ടല്ലോ. വായിച്ചിട്ടുണ്ട്. അവൻ വായിച്ചിട്ടുണ്ട്. ലെജൻഡ് ഓഫ് ദ നോർത്തേൺ ബ്ലേഡ്. ഇപ്പൊ നിങ്ങൾ മാൻവോ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ലെജൻഡ് ഓഫ് ദ നോർത്തേൺ ബ്ലേഡ് വുഡ് ബി എ റിയലി ഗുഡ് റീഡ്. ലൈക്ക് ഞാൻ ഹൈലി റെക്കമെൻഡ് 10 out of 10 റീഡാണ്. സോ ലൈക്ക് വി ഹാവ് 2 people വെരി ന്യൂ മറ്റേ ഒളിച്ച് വന്നിട്ട് പതുക്കെ വന്ന ഫ്രണ്ടിൽ ഇരുന്നിട്ട് ലൈക്ക് വാട്ട്സ് യുവർ നെയിം? Alvin. Yeah. Oh, so you registered twice. So your name? Joanna. എടാ നീ കൊടുത്താ പോരെ? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മേടിക്കാനുള്ളൊരു ഇതിലല്ല. സ്പോട്ട്ലൈറ്റ് ചെയ്യണ്ട. സോ എടാ ഹോൾഡ്. സോ ഫേവറേറ്റ് ആനിമേ? Death Note. Oh, that's Till Very basic. പക്ഷേ that's a good choice. Death Note really Death Note fans ആരെങ്കിലും? Resonance ആയിട്ടുണ്ടോ? ഇല്ല. Terror in Resonance. ആരെങ്കിലും? Anybody? ഇതിന്റെ അകത്ത് ഡെത്ത് നോട്ട് ഇഷ്ടമാണെങ്കിൽ കാണാൻ പറ്റിയ ആനിമയാണ് Terror in Resonance. Good. Terror in Resonance. Great. First episode ഹുക്കാണ്. നീ ഇപ്പോ കാണുന്നുണ്ടോ? Terror like random find stumbled upon Terror in Resonance. Yes, you are going to say something? അല്ല സ്പോയിലർ പറയാമെങ്കിൽ Terror in Resonance. അല്ല Death Note. ഇവിടെ എല്ലാരും ഡെത്ത് നോട്ട് കണ്ടതാ. ഡെത്ത് നോട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എല്ലാരും കണ്ടതാ. എല്ല് മരിക്കുന്നവരെ ഞാൻ കൂട്ടത്തുള്ളൂ. എല്ല് മരിക്കുന്നവരെ കൂട്ടിട്ടുള്ളൂ. അതിന്റെ അങ്ങോട്ടുള്ളത്
കുഴപ്പമില്ല, കണക്കാ. നേരെ വന്നിട്ട് എനിക്ക് ഒരു മോശം തോന്നിയില്ല സെക്കൻഡ് സീസൺ. എല്ല് മരിക്കുന്നവരെ അവിടെ നിർത്തുക. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ നിർത്തിയതാ. എല്ല് മരിക്കുന്ന അവിടെ വെച്ചിട്ട് ഞാൻ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തത്. ആ പേസ് കൊണ്ട് സ്റ്റോപ്പ് ആവും. ആ ഇങ്ങനെ സ്റ്റക്കാണ്. പിന്നെ റീസ്റ്റാർട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് എല്ലിന്റെ മരണം അവിടെ വെച്ചിട്ടാണ് കിട്ടുന്നത്. പിന്നെ മറ്റേ ഹീറോയിനൊക്കെ ഒരുമാതിരി കളിയാക്കുന്ന പോലെ ഒരു അപമാനിക്കുന്ന തരത്തിലാണ് അനിമെ മുമ്പോട്ട് പോകുന്നത്. സോ സൈക്കോളജിക്കലി റിലേ സത്യം പറഞ്ഞാൽ അത് ചർച്ചയുള്ള കാര്യമാണ്. ഈ പറഞ്ഞ നല്ലത് ചെയ്യാൻ വേണ്ടി അല്ല ഗോഡ് കോംപ്ലക്സിലേക്ക് കയറുന്നു. ഗോഡ് കോംപ്ലക്സിലോട്ട് വരുന്നതാണ്. അപ്പോൾ വാട്ട് വി കൻ ഡു ഇസ് നൗ ചെറിയൊരു ഗെയിം പരിപാടിയിലോട്ട് കടക്കാവുന്നതാണ്. ക്വിസസ് കുറച്ച് നമ്മൾ റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ എല്ലാവരും അതിൽ വളരെ ശീലിച്ചുകൊണ്ട് നമ്മൾ വേറൊരു സാധനം ഇറങ്ങുവാണ്. വീൽ പ്ലേ നമ്മുടെ അനിമെ ഇൻട്രോസ്, അനിമെ ഓപ്പണിംഗ് ട്രാക്സ് വീൽ പ്ലേ. ഓക്കെ, ടീം ഓഫ് 2, റാൻഡം ടീം ഓഫ് 2, we'll play opening, എന്നിട്ട് then we'll decide who gets to take home the prize and all that stuff. റാങ്കിങ് നമുക്ക് അങ്ങനെ ചെയ്യാം.